UDF ഒരു ചരിത്ര വിജയം കേരള ജനത നൽകും എന്ന പൂർണ്ണ വിശ്വാസത്തിലാണ് ഞങ്ങൾ. പോളിംഗ് പെർസെൻറ്റേജ് കൂടിയതുകൊണ്ട് മാത്രമല്ല, എല്ലായിടത്തു നിന്ന് കിട്ടുന്ന റിപ്പോർട്ടുകൾ വളരെ സന്തോഷകരമാണ്. ഞാൻ ഈ സന്ദർഭത്തിൽ എല്ലാ UDF പ്രവർത്തകന്മാരോടും നേതാക്കന്മാരോടും നന്ദി പറയുകയാണ്. പ്രചരണ സമിതിയുടെ ചെയർമാൻ എന്ന നിലയിൽ പ്രചരണങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന കാര്യത്തിൽ എല്ലാവരും ആത്മാർത്ഥമായി സഹകരിക്കുകയുണ്ടായി. ആധുനിക സൗകര്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണ രീതികളാണ് ഈ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ ആവിഷ്കരിച്ചത്. അത് പൊതുവെ ജനങ്ങൾ സ്വീകരിച്ചു എന്നുള്ളതാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എതിർ സ്ഥാനാർത്ഥികളെ കുറ്റപ്പെടുത്താതെയും എതിരാളികളെ തേജോവധം ചെയ്യാതെയും ഏറ്റവും അന്തസ്സായ നിലയിലാണ് ഞങ്ങളുടെ പ്രചരണ സമിതി ആ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരവേലകൾക്ക് നേതൃത്വം കൊടുത്തത്. ഇത്തവണത്തെ ഏറ്റവും വലിയ പ്രത്യേകത എല്ലാ UDF നേതാക്കളും പ്രവർത്തകരും ഒരു മനസ്സോടെ പ്രവർത്തിച്ചു എന്നുള്ളതാണ്. പ്രചരണ രംഗത്തും എല്ലാവരും ഒരുപോലെ തന്നെയായിരുന്നു. പ്രത്യേകിച്ച് നന്ദി പറയേണ്ടത് ശ്രീ രാഹുൽ ഗാന്ധിയോടും പ്രിയങ്ക ഗാന്ധിയോടും കോൺഗ്രസ് പ്രസിഡന്റിനോടുമാണ്. അവരുടെ സാന്നിധ്യം വളരെയേറെ പ്രയോജനപ്പെടുകയുണ്ടായി. മറ്റ് സംസ്ഥാന ആസാമിലും പോണ്ടിച്ചേരിയിലുമൊക്കെ തെരഞ്ഞെടുപ്പ് ഉണ്ടായിട്ടും കേരള കാര്യത്തിൽ ശ്രീ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും കോൺഗ്രസ് പ്രസിഡന്റും എടുത്ത താൽപര്യത്തിന് പ്രചരണ സമിതി ചെയർമാൻ എന്ന നിലയിൽ ഞാൻ നന്ദി രേഖപ്പെടുത്തുകയാണ്. പ്രചരണം വളരെ ആധുനിക രീതിയിൽ തന്നെ സംഘടിപ്പിക്കാൻ കഴിഞ്ഞു. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ആരെയും കടന്നാക്രമിക്കാതെയും അപമാനിക്കാതെയും പ്രചരണ രീതികൾ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയാണ് ഞങ്ങൾ സ്വീകരിച്ചത്. അത് പൊതുവെ കേരളത്തിലെ ജനങ്ങൾ സ്വീകരിക്കുകയാണ് ഉണ്ടായത്. അതുപോലെ തന്നെ UDF പ്രവർത്തകന്മാർ അവരുടെ ആത്മാർത്ഥമായ പ്രവർത്തനം വളരെയേറെ സഹായകമായി മുന്നോട്ട് പോയിട്ടുണ്ട്. ഒരു മനസ്സോടെയാണ് എല്ലാവരും പ്രവർത്തിച്ചത്. ഇത്തവണ UDFന്റെ പ്രത്യേകത, UDFിലെ ഒരു തരത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. കോൺഗ്രസിനകത്ത് ഒരു വിധത്തിലുള്ള അഭിപ്രായ വ്യത്യാസവും ഇല്ലായിരുന്നു. എല്ലാവർക്കും ജനങ്ങളുടെ മനസ്സ് മനസ്സിലാക്കിക്കൊണ്ട് ജനങ്ങളുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഒരേപോലെ പ്രവർത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഈ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. അതുപോലെ തന്നെ ജനങ്ങൾ വളരെ പോസിറ്റീവായിട്ടാണ് UDFന്റെ പ്രചരണത്തെ സ്വീകരിച്ചത്. ജനങ്ങൾ ഒരു രാഷ്ട്രീയ മാറ്റം ആഗ്രഹിക്കുന്നു. ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ ജനങ്ങൾ പിണറായി വിജയന് ഗുഡ് ബൈ നൽകാൻ കാത്തിരിക്കുകയാണ്. അതിന് കിട്ടിയ ഒരു അവസരം അവർ പരിപൂർണമായി വിനിയോഗിച്ചു എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാര്യം. പലയിടത്തും BJPയും CPMും തമ്മിലുള്ള അന്തർധാര പ്രകടമായിരുന്നു. ആ അന്തർധാര നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം കഴിഞ്ഞ സമയം കണ്ടൊരു ട്രെൻഡല്ല. പാർട്ടിയുടെ വോട്ട് മാത്രമല്ല, അതിനപ്പുറമുള്ള വോട്ടുകളും എനിക്ക് കിട്ടും. അതൊന്നും എനിക്കറിയില്ല. എന്നെ സ്നേഹിക്കുന്ന കുറെ ആളുകളുണ്ട്. അല്ല, എന്നെ സ്നേഹിക്കുന്ന കുറെ കോൺഗ്രസ്സുകാരുണ്ട്. അപ്പോൾ അവര് വോട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട്. അത് ആരാണ് എന്താണെന്ന് എനിക്ക് പറയാൻ താല്പര്യമില്ല. തീർച്ചയായിട്ടും നല്ലൊരു ശതമാനം വോട്ട് ചെയ്തിട്ടുണ്ട്. എനിക്ക് ഈ പറഞ്ഞ മാതിരി ഒരു 10,000-15,000 എനിക്ക് എന്തായാലും കിട്ടും. തീർച്ചയായിട്ടും BJPക്ക് അനുകൂലമാവും. BJPയിൽ നല്ലോണം ആളുകൾ കൂടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്പേഴ്സ് നോക്കുമ്പോൾ അവരുടെയൊക്കെ വോട്ടുകൾ വരുമല്ലോ. പിന്നെ എനിക്ക് വേണ്ടി പല സ്ഥലത്തുനിന്ന് വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട് ആൾക്കാർ. ഓസ്ട്രേലിയയിൽ നിന്ന് വന്നിട്ടുണ്ട്, ജർമ്മനിയിൽ നിന്ന് വന്നിട്ടുണ്ട്, അങ്ങനെ കുറേ ആളുകൾ വന്നിട്ടുണ്ട്. അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്, എനിക്ക് നല്ല പ്രതീക്ഷയുണ്ട്. ഞാൻ വളരെ സന്തോഷത്തിലാണ് ഇന്നിപ്പോൾ ഇവിടെ നിൽക്കുന്നത്. അത് തീർച്ചയായിട്ടും എനിക്ക് കിട്ടും. നിങ്ങളൊന്നും വിചാരിക്കാത്ത വോട്ട് എനിക്ക് വരും, അതെനിക്ക് ഉറപ്പ്. ക്രിസ്ത്യൻ സഭകളിൽ ആ ഏരിയയിലൊന്നും അധികം വോട്ട് കിട്ടിയിട്ടില്ല രാജമ്പല്ലന്. കാരണം അവിടെ പോളിങ്ങും കുറവായിരുന്നു. അപ്പോൾ അത് ഈ പറഞ്ഞ അത് രാജമ്പല്ലന് വോട്ട് കിട്ടിയിട്ടില്ല എന്നുള്ളതിൻ്റെ ലക്ഷണമാണ്. സംസ്ഥാന തലത്തിൽ ഇപ്പോൾ കാണുന്നത് നമ്മൾ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ ചില ജില്ലകളിൽ ആദ്യഘട്ടത്തിൽ പുറകോട്ട് പോകും എന്ന് ചില മാധ്യമങ്ങൾ വിലയിരുത്തിയ പ്രദേശങ്ങളിൽ പോലും ഇപ്പോൾ മുന്നേറും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ പൊതുവെ ഈ പറയുന്ന നമ്മളൊരു അഭിമാനകരമായ ഭൂരിപക്ഷത്തോടുകൂടി ഇടതുപക്ഷം ഭരണത്തിലേക്ക് വരും. തീർച്ചയായിട്ടും ഇന്നലെ കണ്ടത് ഞാൻ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം കേരളത്തിൽ UDF അനുകൂലമായിട്ടൊരു തരംഗം ദൃശ്യമാണ്.
കഴിഞ്ഞ 10-14 ദിവസത്തിനിടയിൽ എല്ലാ ജില്ലകളിലും തെരഞ്ഞെടുപ്പ് പ്രചരണവുമായി ബന്ധപ്പെട്ട് പോയപ്പോൾ നിരവധിയായിട്ടുള്ള തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുത്തപ്പോൾ ഞാൻ പ്രീതി ഉണ്ടായിരുന്നു, ജനങ്ങളോട് സംസാരിക്കുമ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ UDF അനുകൂലമായിട്ടുള്ള തരംഗമുണ്ടെന്ന് ഞങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നു. ഇന്നത്തെ പോളിംഗ് ഡേയിൽ കണ്ടത് ആ ഒരു വിശ്വാസം കവച്ചു വെക്കുന്ന റെസ്പോൺസാണ് വോട്ടർമാരിൽ നിന്നുണ്ടായിരുന്നത്. ഞാൻ ഇന്നലെ മിക്കവാറും എല്ലാ സ്ഥാനാർത്ഥികളുമായിട്ടും സംസാരിക്കുകയുണ്ടായി. ഫീൽഡിലുള്ള നേതാക്കന്മാരുമായിട്ടൊക്കെ സംസാരിച്ചിട്ട് മനസ്സിലാക്കാൻ കഴിഞ്ഞത് പതിവ് രീതി വിട്ട് ജനങ്ങൾ വോട്ട് ചെയ്യാൻ കാണിച്ച ആവേശം തീർച്ചയായിട്ടും UDF അനുകൂലമായിട്ടുള്ള വലിയൊരു സാഹചര്യം മഹാഭൂരിപക്ഷത്തോടെ. അതായത് ആ ഡാഷ് അവരവർ പൂരിപ്പിക്കേണ്ടതാണ്. നമ്മുടെ രാജ്യത്ത് ഒരു മുഖ്യമന്ത്രി ഈ അഴിമതി കാര്യത്തിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിലായിട്ടുള്ള ആളാരാണുള്ളത് നിങ്ങൾക്കറിയില്ലേ? അത് ഇദ്ദേഹമാണ്. ഞാനിപ്പോൾ കൂടുതൽ പറയുന്നില്ല കേട്ടോ, തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വേണമെങ്കിൽ നമുക്ക് അദ്ദേഹത്തെ പറ്റി കൂടുതൽ പറയാം. ഇപ്പൊ കൂടുതൽ പറയുന്നില്ല. അടുത്ത എന്റെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ മുഖ്യമന്ത്രിയായി എനിക്ക് സ്ക്രീനിൽ കാണണം, അല്ല റിയൽ ലൈഫിൽ മുഖ്യമന്ത്രിയോ ഒരു ഗവർണർ ആകുന്നതിനേക്കാളും എനിക്ക് താല്പര്യം രാജമൗലിയുടെ സിനിമയിൽ ഒരു റോളാണ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു.